ഫ്രീഡം ഫോർ ഡിസൈൻ എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിനകത്ത് നമുക്ക് എങ്ങനെ കോഴ്സുകൾ ആക്സസ് ചെയ്യാം, അതുപോലെ എങ്ങനെ ലോഗിൻ ചെയ്ത് നമുക്ക് കോഴ്സുകൾ മേടിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മളെ freedom4design.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജിലായിരിക്കും വരിക. ഹോം പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് കോഴ്സസും, അതായത് പോപ്പുലർ ആയിട്ടുള്ള കോഴ്സസ്, അതുപോലെ കോഴ്സ് പാക്കേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോഗിൻ പേജിലേക്കും അതുപോലെ മറ്റുള്ള ലിങ്ക്സിലേക്കും ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ നമുക്ക് സൈനപ്പാണ് വേണ്ടത്. അപ്പോൾ ലോഗിൻ്റെ താഴെ കാണുന്ന ഈ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈനപ്പ് നെയിം, അതുപോലെ ഇമെയിൽ ID, പാസ്വേഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ കയറുക. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഇമെയിൽ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു കോഡ് നമുക്ക് അയച്ചു തരും. അപ്പോൾ ഇമെയിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കോഡ് ആക്സസ് ചെയ്ത് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും വരുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആദ്യം ഇമെയിൽ ID അതുപോലെ അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്കാണ് ആദ്യം വരിക. അപ്പോൾ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക, ഇതിനകത്ത് നമ്മൾ വേറെ കോഴ്സുകളൊന്നും മേടിക്കാത്തതുകൊണ്ട് ദെർ ആർ നോ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അതിന് താഴെ കാണുന്ന ഗോ ടു സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതിൻ്റെ freedom4design.comൻ്റെ കോഴ്സ് സ്റ്റോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതുപോലെ പല കോഴ്സുകളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ്, നമുക്ക് ലേൺ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സ് മേടിക്കാനുള്ള ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം. ഒന്ന് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും അതുപോലെ ബൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും. അപ്പോൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ പ്രിവ്യൂ ചെയ്യാനുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ പ്രിവ്യൂ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നമ്മൾ കോഴ്സ് ബൈ നൗ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പർച്ചേസ് ഓപ്ഷനിലേക്ക് പോകും. പർച്ചേസ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈ നൗ കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക് പോകും. അതായത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് കിടക്കും. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസും, അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച്, ഗൂഗിൾ പേ തുടങ്ങിയിട്ടുള്ള പല ഓപ്ഷൻസും നമുക്ക് കാണിച്ചു തരും. അതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ഏതാണോ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്ത് നമ്മളത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോഴ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കോഴ്സിലേക്ക് പോവുക. അതിനുശേഷം നമുക്ക് കോഴ്സ് ആക്സസ് ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. താങ്ക് യു.